തമിഴ്നാട്ടിൽ വീണ്ടും ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായി വിജയ് സർക്കാർ രംഗത്തെത്തിയിരിക്കുകയാണ്. The soul of royal art, Kairali Jewelers. ഒരു കുടുംബത്തിന് പ്രതിവർഷം 3 സൗജന്യ LPG സിലിണ്ടറുകൾ കൂടാതെ ട്രാൻസ്ജെൻഡറുകൾക്ക് സൗജന്യ ബസ് യാത്ര അടക്കമുള്ള പ്രഖ്യാപനങ്ങളാണ് മുഖ്യമന്ത്രി വിജയ് നിയമസഭയിൽ നടത്തിയിട്ടുള്ളത്. DMK സർക്കാർ തമിഴ്നാട്ടിലെ ജനങ്ങൾക്കെല്ലാം സൗജന്യമായി തന്നെ ബസ്സുകളിൽ യാത്രാ സൗജന്യം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ട്രാൻസ്ജെൻഡറുടെ കാര്യത്തിൽ ഒരു സൗജന്യമായ ബസ് യാത്ര ഏർപ്പെടുത്തിയിരുന്നില്ല. പക്ഷേ വിജയ് മുഖ്യമന്ത്രിയായി എത്തിയതോടു കൂടിയാണ് ട്രാൻസ്ജെൻഡറുകൾക്കും ഒരു പരിഗണന വിജയ് സർക്കാർ നൽകിയത്. 2.5 ലക്ഷം രൂപയിൽ താഴെ മാത്രം വാർഷിക വരുമാനമുള്ള കുടുംബാംഗങ്ങൾക്കാണ് വർഷം തോറും 3 സൗജന്യ LPG സിലിണ്ടറുകൾ സർക്കാർ നൽകാൻ പോകുന്നത്. അന്നപൂർണി സൂപ്പർ 6 എന്ന് പേരിട്ടിരിക്കുന്ന പദ്ധതി 2027 പൊങ്കൽ ദിനത്തിലാണ് അവതരിപ്പിക്കുക. ഈ പദ്ധതിയിലൂടെ സംസ്ഥാനത്തെ 1.5 കോടിയോളം കുടുംബാംഗങ്ങൾക്ക് പ്രയോജനം ലഭിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ പദ്ധതി വഴി അർഹരായ കുടുംബാംഗങ്ങൾക്ക് 3 സിലിണ്ടറുകളുടെ വില നേരിട്ട് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തും. സർക്കാർ ഖജനാവിൽ നിന്ന് 4000 കോടി രൂപ പ്രതിവർഷം ഈ പദ്ധതിക്ക് വേണ്ടി നീക്കിവെക്കേണ്ടതായി വരും. സിലിണ്ടറുകളുടെ ദൗർലഭ്യവും വിലക്കയറ്റവും നിരവധി കുടുംബാംഗങ്ങളെ സാമ്പത്തികമായി പ്രതിസന്ധിയിലാക്കിയത് കാരണമാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നതെന്നാണ് വിജയ് സഭയിൽ പറഞ്ഞത്. ഗൾഫ് മേഖലയിലെ യുദ്ധം കാരണമുള്ള പാചകവാതക ക്ഷാമവും സിലിണ്ടറുകളുടെ വിലക്കയറ്റവും നിരവധി കുടുംബാംഗങ്ങൾക്ക് അധിക സാമ്പത്തിക ബാധ്യത വരുത്തിവച്ചിട്ടുണ്ട്. ഈ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ടാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയിലും പൊതുജനക്ഷേമവും അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് നൽകിയ വാക്കും കണക്കിലെടുത്ത് സർക്കാർ ഈ പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. പ്രതിവർഷം 6 സൗജന്യ സിലിണ്ടറുകൾ ഒരു കുടുംബത്തിന് ലഭ്യമാക്കുമെന്ന് TVK തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ഒരു വാഗ്ദാനം നൽകിയിരുന്നു. TVK സർക്കാർ നടത്തിയ മറ്റൊരു സുപ്രധാന പ്രഖ്യാപനമാണ് ട്രാൻസ്ജെൻഡർക്കുള്ള സൗജന്യ ബസ് യാത്ര. അതിനൊപ്പം വെട്രിപ്പയനം തിട്ടം പദ്ധതിയുടെ വിപുലീകരണവും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്ത്രീകൾക്ക് ഇനി മുതൽ ഓർഡിനറി ബസ്സുകളിൽ മാത്രമല്ല എക്സ്പ്രസ് ബസ്സുകളിലും അതോടൊപ്പം തന്നെ LSS ഡീലക്സ് ബസ്സുകളിലും സൗജന്യമായി തന്നെ യാത്ര ചെയ്യാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറയുന്നത്. അതായത് ഇത്രയും കാലം DMK സർക്കാർ സ്ത്രീകൾക്ക് സൗജന്യമായി തമിഴ്നാട്ടിൽ ബസ്സിൽ യാത്ര ചെയ്യാനുള്ള ഒരു പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് തമിഴ്നാട്ടിലെ ഓർഡിനറി ബസ്സുകളിൽ മാത്രമായിരുന്നു. പക്ഷേ വിജയ് സർക്കാർ അതിനെ നീട്ടുന്ന ആ പദ്ധതി കുറച്ചും കൂടെ ഒരു വിപുലീകരണം കൊണ്ടുവരുന്ന ഒരു നീക്കമാണ് നടത്തിയത്. അതായത് തമിഴ്നാട്ടിൽ നിന്നും ഇനിയിപ്പോൾ തിരുവനന്തപുരത്തേക്ക് സ്ത്രീകൾക്ക് വരുന്നുണ്ടെങ്കിൽ അവർക്ക് സൗജന്യം യാത്ര ചെയ്യാം എന്നുള്ള ഒരു പദ്ധതിയാണ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് ഡീലക്സ് ബസ്സുകൾ, സൂപ്പർ ഫാസ്റ്റ് ബസ്സുകൾ അടക്കം ഒരു ജില്ലയിൽ മാത്രമല്ല മറ്റ് ജില്ലയിലേക്കുള്ള യാത്രകളിലും ആ സൗകര്യം സ്ത്രീകൾക്ക് ഇനി ലഭ്യമാകും. ഒക്ടോബർ 2-നാണ് പദ്ധതിയുടെ ഉദ്ഘാടനം നടക്കാൻ പോകുന്നത്. മാത്രമല്ല വിവാദമായ പരന്തൂർ വിമാനത്താവള പദ്ധതി ഉപേക്ഷിച്ചതായും വിജയ് സഭയെ അറിയിച്ചിട്ടുണ്ട്. ചെന്നൈക്കടുത്തുള്ള 2ാം വിമാനത്താവള പദ്ധതിക്കെതിരെ കർഷകരിൽ നിന്നും പ്രദേശവാസികളിൽ നിന്നും വലിയ എതിർപ്പ് ഉയർന്നിരുന്നു. പദ്ധതി കാരണം അത് ബാധിക്കപ്പെടുന്നുള്ള ഒരു ആശങ്ക അത് ആളുകൾക്കും അതോടൊപ്പം തന്നെ കർഷകർക്കും ഉണ്ടായിരുന്നു. കർഷകരെല്ലാം തന്നെ അത് സർക്കാരിനോട് അന്ന് ബോധ്യപ്പെടുത്തിയതാണ്. അതായത് സ്റ്റാലിൻ സർക്കാരിന്റെ അടുത്ത് ബോധ്യപ്പെടുത്തിയപ്പോഴും സ്റ്റാലിൻ സർക്കാർ അതൊന്നും ചെവികൊണ്ടില്ല. അവിടെ ഒരു വിമാനത്താവളം ഉയരും എന്നുള്ള ഒരു നിശ്ചയത്തിലായിരുന്നു സ്റ്റാലിൻ സർക്കാർ ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് വലിയ രീതിയിലുള്ള ഒരു ജനരോഷം DMKക്ക് നേരെ അന്ന് ഉയർന്നത്. ഇപ്പോൾ വിജയ് സർക്കാർ നിയമസഭയിൽ പറഞ്ഞത് TVK എപ്പോഴും കർഷകർക്കൊപ്പമാണ്, കർഷകർ രാജ്യത്തിന്റെ നട്ടലാണെന്നും വിമാനത്താവളത്തിനായി മറ്റൊരു സ്ഥലം സർക്കാർ കണ്ടെത്തുമെന്നാണ് മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ പറഞ്ഞിട്ടുള്ളത്. പരന്തൂർ വിമാനത്താവള പദ്ധതി സർക്കാർ ഉപേക്ഷിക്കുകയാണ്. നിർദ്ദിഷ്ട വിമാനത്താവളത്തിനെതിരെ സമരം ചെയ്യുന്നവർക്കൊപ്പം ഞാൻ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് വിജയ് പറഞ്ഞത്. അന്ന് ഞാൻ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം ഇവിടെ ഞാൻ നിറവേറ്റാൻ പോകുന്നു എന്നാണ് വിജയ് ഇന്ന് നിയമസഭയിൽ പറഞ്ഞത്. പരന്തൂരിൽ വിമാനത്താവളം നിർമ്മിക്കാനുള്ള നടപടികൾ ഈ സർക്കാർ ഉപേക്ഷിച്ചിരിക്കുകയാണ്. വിജയ് ആണ് ഇന്ന് നിയമസഭയിൽ അതിന്റെ ഒരു വ്യക്തമായൊരു നിർദ്ദേശം നൽകിയത്. ചെന്നൈയിൽ നിന്ന് 70 കിലോമീറ്റർ അകലെ കാഞ്ചീപുരം ജില്ലയിലാണ് പരന്തൂരിലാണ് പുതിയ വിമാനത്താവളം നിർമ്മിക്കാൻ നേരത്തെ DMK സർക്കാർ തീരുമാനിച്ചത്. എന്നാൽ ഏക്കർ കണക്കിന് കൃഷിഭൂമി ഏറ്റെടുക്കുന്നതിലും പാരിസ്ഥിതിക വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയും വിമാനത്താവള പദ്ധതിക്കെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. കർഷകരും നാട്ടുകാരും സമരവുമായി അന്ന് രംഗത്ത് ഇറങ്ങുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി.